ഈ കേരളത്തിൽ ആരുടെ കയ്യിലും വിൻസെന്റ് മരണപ്പെട്ടതായി രേഖയില്ല. ഒരു രേഖയുമില്ല. സാറേ, അയാൾ മരിച്ചെങ്കിൽ അയാളുടെ ബോഡി മറവിയില്ലേ? അതിനെക്കുറിച്ചും ആർക്കും അറിയില്ലല്ലോ. നാട് വിട്ടു പോയെന്നല്ലേ നമ്മൾ അറിഞ്ഞിരിക്കുന്നേ. അയാള് ദുബായിൽ എവിടെയോ വെച്ച് മരിച്ചെന്നല്ലേ നമ്മൾ അറിഞ്ഞത്. എന്നാരാ പറഞ്ഞേ? അയാളുടെ ഭാര്യ പറഞ്ഞോ? ബന്ധുക്കൾ പറഞ്ഞോ? ഈ മേഴ്സി വിൻസെന്റ് ആരാ? വിൻസെന്റിന്റെ ഭാര്യ. അവര് മരണപ്പെട്ടതിന്റെ രേഖയുണ്ടോ? ഉണ്ടോ? വിൻസെന്റ് നാട് വിട്ടുവെന്ന് നിങ്ങൾ പറഞ്ഞതിന് ശേഷം ആഴ്ചകൾക്കുള്ളിൽ, അതായത് 2002 ഓഗസ്റ്റ് മാസം 13 മേഴ്സി വിൻസെന്റ് കോടനാട് ഹിൽവ്യൂ ഫ്ലാറ്റിലെ വിൻസെന്റിന്റെ 15,000 സ്ക്വയർ ഫീറ്റിലെ ഒഴിഞ്ഞ മൂലയിൽ മരണപ്പെട്ടു. വിഷം ഉള്ളിച്ചെന്ന് ആത്മഹത്യ ചെയ്തു എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ആയിരിക്കാം. അതിനെക്കുറിച്ചൊന്നും നമുക്കറിയില്ലല്ലോ. ഈ ഫ്ലാറ്റ് ഉപയോഗിക്കാൻ പറ്റാതായപ്പോഴേ ഈ കേസും കാര്യങ്ങളും ഒക്കെ വന്നപ്പോ അയാൾ നാട് വിട്ടു. നിവർത്തിയില്ലാതെ അവര് വിഷം കഴിച്ചു കാണും. ശരിയാ. പക്ഷേ വിൻസെന്റിന്റെ തിരോധാനവും മേഴ്സി വിൻസെന്റിന്റെ മരണവും ഒരേ ഒരു കാരണം കൊണ്ടാ. അയാളുടെ പേരിൽ മജിസ്ട്രേറ്റ് കോടതിയിൽ വന്ന ഒരു കേസ്, സ്ത്രീ പീഡന കേസ്. വിൻസെന്റിന്റെ തിരോധാനവും മേഴ്സിയുടെ മരണവും ഒരേ കാരണം കൊണ്ടാണെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? എന്റെ സാറേ, ഈ വിൻസെന്റ് മരണപ്പെട്ടതും അയാളുടെ ഭാര്യ വിഷടിച്ചതൊക്കെ ഇവരുടെ പേരിൽ എങ്ങനെ കേസാവണേ? ഇത് അവള് ആൻസി വർഗീസ് ഓരോ കുരുക്കൊപ്പിച്ചു വെച്ചതാ. അവറ്റങ്ങളെ പൂട്ടാനുള്ള എന്തെങ്കിലും വഴിണ്ടോ നോക്ക് സാറ്. അവരെ പൂട്ടാൻ വഴിയൊരുക്കുമെന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണല്ലോ KGS മറുപൂട്ട് പൂട്ടിയത്. ഹേബിയസ് കോർപ്പസ്. സാറേ, ആ റിറ്റ് പെറ്റീഷൻ കോടതി ഫയലിൽ സ്വീകരിച്ചോ? സ്വീകരിച്ചല്ലോ. അതായത് കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞു വരുത്തുകയും മാൻ മിസ്സിംഗ് ആയി നിൽക്കുകയും ചെയ്യുന്ന പാലിയേക്കൽ വിൻസെന്റ് എവിടെയുണ്ടെങ്കിലും ഇത്ര ദിവസത്തിനുള്ളിൽ അയാളെ കണ്ടെത്തി കോടതിയുടെ മുമ്പിൽ ഹാജരാക്കണമെന്ന് ഹൈക്കോടതി ഗവൺമെന്റിന് ഓർഡർ കൊടുക്കും. ഇത് ഹൈക്കോടതി ഓർഡറാണേ, പാലിക്കാതിരിക്കാൻ പറ്റൂ. അപ്പൊ ചീഫ് സെക്രട്ടറി അന്വേഷണത്തിന് ഓർഡർ ഇടും. അന്വേഷണം അങ്ങനെ പല വഴിക്ക് നടക്കും. വിൻസെന്റിന്റെയും ഭാര്യയുടെയും കേസ് പുനരന്വേഷിക്കാൻ ക്രൈംബ്രാഞ്ചിനെ ചുമതലപ്പെടുത്താം. അതിനുള്ള സാധ്യതയാണ് കാണുന്നത്. കൂടെ ഈ റവന്യൂ ഭൂമിയിലെ അഴിമതിയെക്കുറിച്ചും ഈ 15,000 സ്ക്വയർ ഫീറ്റിലെ ദുരൂഹതയെക്കുറിച്ചും അന്വേഷിച്ച് റിപ്പോർട്ടും കൊടുക്കേണ്ടി വരും. അങ്ങനെ വന്നാൽ കളക്ടറുടെ നേതൃത്വത്തിൽ ഒരു 3 അംഗ കമ്മീഷനെ ചുമതലയേൽപ്പിക്കാൻ സാധ്യതയുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സാറേ, ഇതിപ്പോ എല്ലാം കൂടെ കുഴപ്പമാവുമല്ലോ സാറേ. ഈ കേസെല്ലാം നമ്മുടെ തലയിൽ വന്ന് വീഴുവോ സാറേ? സാറേ, എന്താ കൗണ്ടർ ചെയ്യേണ്ടത്? എന്താ വേണ്ടെന്ന് സാറൊന്ന് പറ. അതെ, ആദ്യം കോടതിയുടെ ഭാഗത്തു നിന്നുള്ള ഓർഡർ ഗവൺമെന്റിന്റെ കയ്യിലെത്തട്ടെ. അവിടുന്ന് അവരുടെ മൂവ്മെന്റ് എന്താണെന്ന് അറിഞ്ഞതിന് ശേഷമേ നമുക്കെന്തെങ്കിലും പ്ലാൻ ചെയ്യാൻ പറ്റൂ. സാറേ, അതിനു മുമ്പ് എന്തെങ്കിലും രീതി നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുമോ? എന്തെങ്കിലും വഴിയുണ്ടോ സാറേ? സാറൊന്ന് നോക്ക്. ചിത്ര മാഡം, നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തല്ല ഇപ്പൊ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. KGSഉം ഈ ഇരിക്കുന്ന അനന്തന്റെ പഴയ ഭാര്യയും നിങ്ങളുടെയൊക്കെ കുടുംബത്തിന്റെ മുകളിൽ ഒരു വട്ടം വരച്ച് അതിന്റെ നടുക്ക് നിങ്ങളെ നിർത്തിയിരിക്കുക. ആ രേഖ മുറിച്ചു കടന്നാൽ അതിലും വലിയ ദോഷം വരും. അതുകൊണ്ട് എടുത്തു ചാടി ഒന്നും ചെയ്യരുത്. ഞാൻ അപ്പോഴേ പറഞ്ഞാലേ ഇവളെ വെറുതെ വിടണ്ടാന്ന്. ചിറ്റപ്പ, കൊച്ചുങ്ങളിപ്പോ ചിറ്റപ്പൻ്റെ കൂടെ അല്ലേ? അതുങ്ങളെങ്കിൽ എനിക്ക് വിട്ടതാ. ഞാൻ നോവിക്കേണ്ട രീതി നോവിച്ചു കഴിഞ്ഞാ അവൾ ഇവിടെ വരും, ചിറ്റപ്പന്റെ കാലിൽ വീഴും. നീ എന്താ ഋഷി പറയുന്നേ? എന്റെ കുഞ്ഞുങ്ങളെ നോവിച്ചിട്ട് ഞാൻ എന്ത് നേടാനാ? അവളുടെ മുന്നിൽ തോറ്റുകൊടുത്താൽ മതിയോ? ഞാനെല്ലാം നശിപ്പിച്ച എല്ലാം ഇട്ടെറിഞ്ഞ് അവളുടെ കൂടെ ജീവിക്കാൻ പോയി. അതാ ഞാൻ ചെയ്ത തെറ്റ്. അതുകൊണ്ടാ ഞാനിപ്പോ അനുഭവിക്കുന്നത്. അതെ, അത് തെറ്റ് തന്നെയാട്ടാ. അന്നേ ഞാൻ പറഞ്ഞതല്ലേ, അത് അവൾ ഇവിടം വരെ കൊണ്ടെത്തിച്ചില്ലേ? ഈ വക്കീൽ അങ്ങോട്ട് പറഞ്ഞ പോലെ ആ വട്ടം വരച്ച് നമ്മളെ അങ്ങോട്ട് അതിൽ നിർത്തിയില്ലേ? ഇനി ഋഷി പറയണ പോലെ അറ്റ കൈയങ്ങ അറ്റ കൈ നേരെ കൊച്ചങ്ങൾ ഇങ്ങോട്ട് വിളിച്ചിട്ട് അവളുടെ തോണിക്കര വീട്ടിലേക്ക് അങ്ങോട്ട് കയറിച്ചല്ല. ആ പെണ്ണും പിള്ളയുടെ മുന്നിൽ വെച്ച് ആ കുട്ടികളുടെ തലയിലേക്ക് അങ്ങോട്ട് പെട്രോൾ എടുത്ത് നോക്കുക. തീപ്പട്ടി ഉരയ്ക്കണ മുന്നേ അവൾ അങ്ങോട്ട് ചാടിയാ വീഴും. അപ്പോഴേ അവൾ ആനന്ദം പറഞ്ഞ മുഴുവൻ അങ്ങോട്ട് കേൾക്കും. എല്ലാത്തിനും അങ്ങോട്ട് കത്തിച്ച് ആത്മഹത്യ ചെയ്യുന്ന അങ്ങോട്ട് പറയണം. അതാനെന്താ വേണ്ടത്? പന്തളം ബേബി പറഞ്ഞാലും ചില കാര്യങ്ങളുണ്ട്.
പക്ഷേ അതിന്റെ റൂട്ട് അതല്ല. എല്ലാ കേസുകളും കൂടെ ഇങ്ങനെ കുരുക്കി വെച്ചിരിക്കുന്നുണ്ട്. അത് അഴിക്കണമെങ്കിൽ ആൻസി വർഗീസ് തന്നെ വേണം. ആനന്ദം പോയി ഒരു കോംപ്രമൈസിന് ശ്രമിക്കുന്നത് നല്ലതാ, കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയെങ്കിലും. ഞാൻ പോയി അവളുടെ കാല് പിടിക്കണമെന്നാണ് വക്കീൽ പറയുന്നത്. ആ വൃത്തിയായിട്ടവളുടെ നല്ലൊരു പരിഹാരമാണ് ഞാൻ നിർദ്ദേശിച്ചത്. സാറേ, ഞാൻ അതിന് തെറ്റൊന്നും ചെയ്തിട്ടില്ല. ഒരു കോടനാട് ഗണിയിലും ഈ അനന്തനില്ല. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ചെയ്ത തെറ്റ് അവളുടെ കൂടെ പോയി എന്നുള്ളത് മാത്രമാ. ഇനി അവളുടെ കാലിൽ പോയി വീണ അനന്തൻ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല.